അതീവ പ്രാധാന്യമുള്ള സിനഡ് സമ്മേളനം നടക്കുകയാണ് സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ. അവിടേക്കെത്തി സഭാ നേതൃത്വവുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഇതിനെ ദുരൂഹമെന്ന് വിളിക്കണോ അതോ വിശ്വാസികൾക്ക് സതീശന്റെ വരവ് ആശ്വാസകരമാകുമോ? എന്തായാലും സിനഡ് നടക്കുന്ന ഈ വേളയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് എത്തിയത് വിശ്വാസികളും രൂപതയിലെ രണ്ട് മെത്രാന്മാരും തമ്മിൽ നടക്കുന്ന പ്രാർത്ഥനാ സംഘർഷം ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഔദ്യോഗിക പൈലറ്റ് വാഹനവും സ്റ്റേറ്റ് കാറും ഒക്കെ ഒഴിവാക്കിയാണ് വി.ഡി. സതീശൻ സഭ ആസ്ഥാനത്തേക്ക് എത്തിയത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ഉന്നത സഭാ നേതാക്കളുമായി 1 മണിക്കൂറിലേറെ പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയിരുന്നു. സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുക്കുന്ന സിനഡ് സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് പുറത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനം നൽകുന്നത് വളരെ അപൂർവമാണ്. സഭയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ സിനഡ് ഗൗരവമായി ചർച്ചകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സന്ദർശനം എന്നത് വളരെ നിർണായകം കൂടിയാണ്. 1 മാസമായി വിശ്വാസികൾ ഏകീകൃത കുർബാന എന്ന ആവശ്യവുമായി സെന്റ് മേരീസ് ബസിലിക്കയിൽ പ്രാർത്ഥനാ സമരം തുടരുകയാണ്. ക്രൈസ്തവ സഭയുമായി, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രതിപക്ഷ നേതാവിനെ വിശ്വാസികളും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് പ്രതിനിധികളുമൊക്കെ കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട്. ബസേലിക്കയിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ഒരു അവസാനമുണ്ടാക്കാനാണ് വി.ഡി. സതീശന്റെ ഇടപെടലെന്ന് വ്യക്തമായ സൂചനയുമുണ്ട്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നാക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കാത്തതിനെതിരെ സിറോ മലബാർ സഭ പ്രതിഷേധം പരസ്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് കമ്മീഷൻ റിപ്പോർട്ടിന്മേലെടുത്ത നടപടികളും കഴിഞ്ഞ ദിവസം വിലയിരുത്തി. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ 17 വകുപ്പുകൾ പൂർണ്ണമായി നടപ്പാക്കിയെന്നും 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയായെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയത്. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിന് അതാത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. കമ്മീഷൻ സമർപ്പിച്ചത് 284 ശുപാർശകളും 45 ഉപശുപാർശകളുമാണ്. ഇതാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് വ്യക്തമാക്കുന്നത്. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചതായാണ് മുഖ്യമന്ത്രി യോഗത്തിൽ വിലയിരുത്തിയത്. എന്തായാലും ഈ വിഷയവും പ്രതിപക്ഷ നേതാവും സഭാ നേതാക്കളുമായുള്ള നിർണായകമായ ചർച്ചയിൽ വിഷയമായിരുന്നു. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നേരത്തെ തന്നെ പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടുമൊക്കെ സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരുന്നത്. അത് ചർച്ചയായെങ്കിലും അതിനേക്കാൾ ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ നടക്കുന്ന ഈ പ്രാർത്ഥനാ സമരം തന്നെയാണ്. പ്രാർത്ഥനാ സമരം മാത്രമല്ല, ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി അവിടെ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ചില തർക്കങ്ങൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് എന്തായാലും കുർബാനയുടെ വിഷയങ്ങളിലുമൊക്കെ ഇടപെടുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ വിശ്വാസികളുടെ ഒരു അവകാശ സംരക്ഷണം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനും സഭാ നേതൃത്വത്തോട് ചിലതൊക്കെ പറയാനുമുണ്ട്. സഭാ നേതൃത്വത്തെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പിണക്കാനും പറ്റില്ല. വിശ്വാസികളും പ്രതിപക്ഷത്തിന് വേണ്ടപ്പെട്ടവരാണ്, സിറോ മലബാർ സഭാ നേതൃത്വം വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗവുമായി ഒരു സമവായത്തിലെത്താനുള്ള ഉള്ള സാധ്യതകൾ, പോംവഴികൾ, ഇതാണിപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം സെന്റ് തോമസ് മൗണ്ടിലെത്തി സിനഡ് സമ്മേളനത്തിനിടെ സിറോ മലബാർ സഭ പിതാക്കന്മാരുമായി ചർച്ച ചെയ്തെന്നാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സന്ദർശനവും ചർച്ചയും അതിൻ്റെ തുടർച്ചയായി ബസലിക്കയിൽ നടക്കുന്ന പ്രാർത്ഥനാ സമരത്തിന് ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിശ്വാസികളും.